എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ വീടുകളിൽ പെർഫെക്റ്റ് ആയിട്ട് ദോശ ബാറ്റർ തയ്യാറാക്കി എങ്ങനെയാണ് തട്ടുദോശ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുന്നതെന്നാണ്. നാളിതുവരെ ആയിട്ടും ദോശ വീടുകളിൽ തയ്യാറാക്കുമ്പോൾ ഒരു തരി പോലും ശരിയാവാത്ത കൂട്ടുകാർക്കായിട്ട് ഇന്നത്തെ ഈ ഒരു പെർഫെക്റ്റ് ദോശ കൂട്ട് എല്ലാവരും പഠിച്ചോളൂ. നല്ല കട്ടിയോടുകൂടിയും നല്ല പഞ്ഞി പോലെയുമാണ് ദോശ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കുന്നത്. നമ്മളിന്ന് വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന മെഷർമെന്റ് എല്ലാം കറക്റ്റായിട്ട് എടുത്ത് ദോശ ബാറ്റർ തയ്യാറാക്കുവാണെങ്കിൽ പെർഫെക്റ്റ് ദോശ നിങ്ങൾക്ക് എല്ലാവർക്കും വീടുകളിൽ തയ്യാറാക്കി എടുക്കാനും സാധിക്കും. അത് പഞ്ഞി പോലെ തന്നെയാണ് നമുക്ക് കഴിക്കാനും പറ്റുന്നത്. അപ്പോൾ നോക്കാം എങ്ങനെയാണ് തട്ടിൽ കുട്ടി ദോശ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കാണാം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചേച്ചിയെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇനി നമുക്ക് ദോശ തയ്യാറാക്കാനുള്ള അരി ഒന്ന് കുതിർത്തിയെടുക്കണം. ഇന്ന് നമ്മൾ റേഷൻ അരി വെച്ചിട്ടാണ് ദോശ ബാറ്റർ തയ്യാറാക്കാൻ പോകുന്നത്. ഇതിനായിട്ട് 2 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. പച്ചരി പാത്രത്തിലേക്ക് മാറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 1 കപ്പ് അളവില് പൊന്നിയരിയാണ്. നിങ്ങളുടെ കൈവശം പൊന്നിയരി ഇല്ലെങ്കിൽ ചോറ് വയ്ക്കുന്ന പുഴുങ്ങലരി എടുത്താലും മതിയാകും. ഇനി ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ അളവില് ഉലുവയാണ്. ഉലുവയും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് ഉഴുന്നാണ്. 3 കപ്പ് അരിക്ക് 1/4 കപ്പ് അളവിലാണ് ഉഴുന്നെടുത്തിട്ടുള്ളത്. ഉഴുന്നിന്റെ അളവൊന്നും ഒരു തരി പോലും കൂടി പോവരുത്. ഈ ഒരു രീതിയിൽ അരി കറക്റ്റ് ആയിട്ടുള്ളൊരു മെഷർമെന്റ് എടുത്ത് തയ്യാറാക്കുമ്പോഴാണ് നല്ല പഞ്ഞു പോലുള്ള കുട്ടി ദോശ നമുക്ക് തയ്യാറാക്കാൻ സാധിക്കുന്നതും. നമ്മൾ ഉഴുന്നെടുക്കുന്ന സമയത്ത് ഉഴുന്ന് സെപ്പറേറ്റ് ആയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കുതിർത്തിയെടുത്താൽ മതിയാകും. ഞാനിപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് തന്നെയാണ് ദോശമാവ് തയ്യാറാക്കാൻ പോകുന്നതും. ഇനി നമുക്ക് അരിയൊക്കെ ഒന്ന് കഴുകിയെടുത്തിട്ട് വരാം. അരി ഇപ്പോൾ നല്ല വൃത്തിയായിട്ട് തന്നെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 കപ്പ് അരിക്ക് 1 കപ്പ് നിറയെ തന്നെ ചോറ് എടുത്തിട്ടുണ്ട്. ചോറ് നമുക്ക് മാവരയ്ക്കുന്ന സമയത്ത് ഉഴുന്നിനോടൊപ്പം തന്നെ അരച്ചെടുത്താൽ മതിയാകും. ഞാനിപ്പോൾ ഇതെല്ലാം കൂട്ടിച്ചേർത്ത് തന്നെയാണ് ദോശമാവ് തയ്യാറാക്കാൻ പോകുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് വേണ്ടത് 1/4 കപ്പ് അളവില് ചവ്വരിയാണ്. ചവ്വരി ചേർക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. ദോശയ്ക്ക് നല്ലൊരു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് ചവ്വരി കഴുകിയതിനു ശേഷമാണ് അരിയിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളൊക്കെ ആയാൽ പിന്നെ നമുക്ക് കുതിർന്നു വരാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ അരിയിലേക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ കൈ ഉപയോഗിച്ച് നല്ലവണ്ണം തന്നെ ഇളക്കി യോജിപ്പിക്കാം. തട്ടുദോശ തയ്യാറാക്കുന്ന അതേ ഒരു കൂട്ടാണ് നമ്മുടെ കൈ കൊണ്ട് തന്നെ കുഴച്ചെടുക്കണം. അപ്പോഴാണ് മാവ് നല്ലതായിട്ട് തന്നെ പുളിച്ചു കിട്ടുന്നത്. ഇനി നമുക്ക് ഈ അരി ഒന്ന് കുതിർന്നു വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. മാക്സിമം ഒരു 5 മണിക്കൂറെങ്കിലും അരി കുതിർത്തിയെടുക്കണം. നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്പ് രാത്രിയിലും ചെയ്തു വെക്കാവുന്നതാണ്. അങ്ങനെ ഒരു 5 മണിക്കൂറിന് ശേഷം കുതിർത്തിയ അരി ഒന്ന് തുറന്നു നോക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഉപ്പ് ചേർത്ത് അരി കുതിർത്താൻ താല്പര്യമില്ലെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാവുന്നതാണ്. ഇപ്പോൾ അരിയെല്ലാം നല്ല പോലെ തന്നെ കുതിർന്ന് നല്ലവണ്ണം പതഞ്ഞു നിൽക്കുന്ന ഒരു പരുവത്തിലാണ് ആയി വന്നിട്ടുള്ളത്. ഇനി ഉടൻ തന്നെ നമുക്ക് അരി അരക്കാൻ തുടങ്ങാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് കുതിർത്തിയ അരിയെ വാരിയിട്ട് കൊടുക്കാം. നമുക്കിന്ന് ഒരു 3 തവണകൾ കൊണ്ടാണ് അരി അരച്ചെടുക്കാൻ സാധിക്കുന്നത്. അരി അരച്ചെടുക്കുന്ന സമയത്തും നമുക്ക് ഇതേ വെള്ളം തന്നെ കൊണ്ടുവേണം അരി അരച്ചെടുക്കാനായിട്ടും. ഒറ്റടിക്ക് തന്നെ മിക്സിയുടെ ജാറിലേക്ക് അരി വാരിയിട്ട് കൊടുക്കാതെ 2-3 തവണകൾ കൊണ്ടുവേണം നമുക്ക് ഈ അരി ഒന്ന് അരച്ചെടുക്കാനായിട്ടും. അങ്ങനെ ആദ്യ അരി ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരി കുതിർത്തിയ വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1 കപ്പോളം വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അരി നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അങ്ങനെ നല്ല വെണ്ണ പോലെ തന്നെ മാവ് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുത്ത മാവ് അതേ പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുവാണ്. നല്ല വൈറ്റ് കളറിലാണ് നമുക്ക് ഈ ദോശ ബാറ്റർ തയ്യാറാക്കി എടുക്കാൻ സാധിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ അരിയും ഇവിടെ അരച്ച് പാത്രത്തിലേക്ക് ഒഴിക്കുവാണ്. അങ്ങനെ 3 തവണകൾ കൊണ്ട് തന്നെ നമ്മുടെ അരി ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അരി അരച്ചു കഴിഞ്ഞാൽ മിക്സിയുടെ ജാറിലേക്ക് വെള്ളമൊന്നും ഒഴിച്ച് ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമ്മൾ 3 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളമാണ് അരിയിലേക്ക് ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു വെള്ളം കൊണ്ട് തന്നെയാണ് നമുക്ക് അരി അരച്ചെടുക്കേണ്ടതും. ഇനി അരച്ചെടുത്ത മാവിനെ നമ്മുടെ കൈ ഉപയോഗിച്ച് നല്ല മയത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈകൊണ്ട് തന്നെ വേണം കുഴച്ചെടുക്കാനായിട്ട്. കൈകൊണ്ട് കുഴച്ചെടുക്കുമ്പോഴാണ് മാവ് സോപ്പ് പതഞ്ഞു പൊങ്ങുന്നത് പോലെ തന്നെ പൊങ്ങി കിട്ടുന്നതും. മുകളിലേക്കും താഴത്തേക്കും ഇതുപോലെ കൈകൊണ്ട് നല്ല ഇളക്കി കൊടുത്ത് വേണം നമുക്ക് ഈ മാവൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ടും. 2 മിനിറ്റ് നേരം മാവൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ മാവൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മൂടി മാറ്റി വെച്ച് കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ള വെള്ളത്തിന്റെ അളവെല്ലാം കറക്റ്റ് ആയിട്ടുള്ളൊരു പാകമാണ്. അതുകൊണ്ടാണ് കൈ കഴുകി പോലും ഇതിലേക്ക് വെള്ളമൊന്നും തന്നെ ചേർക്കാതിരുന്നതും. അങ്ങനെ നമ്മുടെ ദോശ ബാറ്ററിന്റെ മിക്സിംഗ് ഒക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ മാവൊന്ന് പൊങ്ങി കിട്ടണം. അതിനായിട്ട് ഒരു രാത്രി മുഴുവനും തന്നെ നമുക്ക് അനക്കാതെ തന്നെ മൂടി വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ മാവ് കലക്കി വെച്ചിട്ട് ഒരു രാത്രി മുഴുവനും ഇരുന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവിന്റെ മൂടി ഒന്ന് തുറന്നു നോക്കാം. മാവ് നല്ലതുപോലെ പതഞ്ഞ് നിൽക്കുന്ന ഒരു പാകത്തിലാണ് ആയി വന്നിട്ടുള്ളത്. നമുക്കിതൊന്ന് ഇളക്കിയും കൂടി നോക്കാം.
നല്ല ഐസ്ക്രീം പരുവത്തിലാണ് മാവ് ഇവിടെ ആയി വന്നിട്ടുള്ളത്. ഇനിയിപ്പോ പ്രത്യേകിച്ച് ഇതിലേക്ക് ഒന്നും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നല്ല മുരിയിച്ച് ദോശ തയ്യാറാക്കി എടുക്കാനാണ് താല്പര്യമെങ്കിൽ ഇതിലേക്ക് ഈ ഒരു സമയത്ത് 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർക്കണം. ഞാനിപ്പോ പരത്തിയ ദോശയല്ല തയ്യാറാക്കുന്നത്, നല്ല കുട്ടി ദോശയാണ് കേട്ടോ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പൊ അതിനായിട്ട് ഞാനിതിലേക്ക് പഞ്ചസാര ഒന്നും തന്നെ ചേർക്കുന്നില്ല. ഇനി നമുക്ക് ഉടൻ തന്നെ ദോശ തയ്യാറാക്കാൻ തുടങ്ങാം. ഇനി ചൂടായ കുട്ടിയിലേക്ക് അല്പം നല്ലെണ്ണ തടവി കൊടുക്കാം. നിങ്ങൾക്ക് നിങ്ങൾ ഉപയോഗിക്കുന്നത് എന്താണോ, നെയ്യാണോ എങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ബട്ടർ ആണെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ നല്ലെണ്ണയാണ് പുരട്ടിയിട്ടുള്ളത്. ചട്ടിയുടെ ചൂട് ക്രമീകരിക്കുന്നതിനായിട്ട് വെള്ളം ഒന്ന് കിടന്നു കൊടുക്കാം. ഇനി മാവ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കാം. നിറയെ ഹോൾസ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. ദോശയ്ക്ക് ഹോൾസ് വന്ന് തുടങ്ങിയാൽ പിന്നെ മറിച്ചിട്ട് കൊടുക്കാം. 2 ഭാഗവും നല്ലതുപോലെ വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതും എടുത്ത് മാറ്റാം. ഇനി അടുത്ത ദോശയും നമുക്കിതുപോലെ തന്നെ ചുട്ടെടുക്കാം. ഒരുപാടൊന്നും ചുറ്റിച്ചെടുക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ രണ്ടാമത്തെ ദോശയും ഇവിടെ നല്ലതുപോലെ ആയി വന്നിട്ടുണ്ട്. ഇതും നമുക്ക് പാനിൽ നിന്നും എടുത്ത് മാറ്റാം. ഇനി അടുത്തത് നമുക്കിതുപോലെ തന്നെ ചുട്ടെടുക്കാം. പിന്നെ ഞാൻ ഈ പാൻ ഓൺലൈൻ വാങ്ങിയിട്ടുള്ളതാണ്. ഇതിന്റെ ആ ലിങ്ക് ഞാൻ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ. ഹോൾസ് വന്ന് തുടങ്ങിയാലാണ് നമുക്കിതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കേണ്ടത്. 2 ഭാഗവും നല്ലതുപോലെ മുരിവായി വന്നാൽ പിന്നെ നമുക്ക് ഇതും പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. നല്ല ഫ്ലഫി ആയിട്ട് തന്നെയാണ് ദോശ തയ്യാറാക്കി എടുക്കാൻ സാധിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ ദോശമാവ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് മൂടി വെച്ച് വേവിച്ചെടുക്കാനാണ് താല്പര്യമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമുക്ക് എല്ലാ ദോശയും ചുട്ടെടുക്കാം. അങ്ങനെ നമ്മുടെ ദോശ ഞാനിപ്പോൾ കുറച്ച് ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ദോശ തയ്യാറാക്കിയിട്ട് ശരിയാവാത്ത കൂട്ടുകാർ ഈ ഒരു വീഡിയോയും കണ്ടിട്ട് തയ്യാറാക്കി നോക്കണം. തയ്യാറാക്കി നോക്കുമ്പോൾ ഈ ഒരു ദോശയുടെ സ്വാദ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചേച്ചി ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഇന്ന് കണ്ട ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കരുത്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെയും കണ്ടുമുട്ടാം. അതുവരെയും സ്നേഹത്തോടെ കാണാം.